ഇതൊരു 27 വോൾട്ട് ട്രാൻസ്ഫോമറാണ്. ഈ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെയുള്ള ആംപ്ലിഫയർ, അതായത് 5.1 2.1 ഏത് വേണമെങ്കിൽ നമുക്ക് അസംബിൾ ചെയ്യാം. അപ്പോൾ അതിന് ശരിക്കും അവിടെ സ്പെസിഫൈഡ് വോൾട്ടേജ് ഇപ്പോൾ 27 DC എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു മാർക്കിംഗ് നമ്മൾക്ക് ഇങ്ങനെയുള്ള ബോർഡുകളിൽ കിട്ടും. ഇപ്പോൾ ഈ ട്രാൻസ്ഫോമർ 27 ആണെന്ന് പറഞ്ഞല്ലോ. അതേസമയം ഇപ്പോൾ ഈ 2.1 കുമാറിൻ്റെ ബോർഡ്, അപ്പോൾ ഇതിനകത്ത് 3038 ആംപിയർ എന്നാണ് റേറ്റിംഗ് ഉള്ളത്. അപ്പോൾ ആ പറഞ്ഞ റേറ്റിംഗ് ശരിക്കും ട്രാൻസ്ഫോമറിൻ്റെ AC വോൾട്ടേജ് ആണോ അല്ലെങ്കിൽ നമുക്ക് അവിടെ കിട്ടേണ്ട DC വോൾട്ടേജ് ആണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതിപ്പോൾ ഒരു 30 വോൾട്ട് ട്രാൻസ്ഫോമറാണ് 8 ആംപിയറിൽ നിന്നെങ്കിൽ അതാണോ നമ്മൾ അവിടെ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവിടെ കിട്ടേണ്ട 30 വോൾട്ട് DC ആണോ കൊടുക്കേണ്ടത്? അടുത്ത ഒരു എക്സാമ്പിൾ കൂടി പറയാം. അതായത് ഇപ്പോൾ ഇത് 32 വോൾട്ടാണ് ഈ ട്രാൻസ്ഫോമർ, 32 വോൾട്ട് ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ്. നമ്മളിത് റെക്ടിഫൈ ചെയ്ത് DC ആക്കി ഈ ബോർഡിലേക്ക് കൊടുത്തു. അപ്പോൾ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അതായത് നമുക്കിപ്പോൾ എത്ര വോൾട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ബോർഡ് ഇപ്പോൾ ഓണാണ്, ഉണ്ടോ? അപ്പോൾ നമ്മൾ ഇതിൽ AC സെക്ഷൻ, അതായത് ഇപ്പോൾ AC-ൽ 200 ലിറ്റർ ഉണ്ട്. നമുക്ക് AC എത്രയാണെന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. 34.3 വോൾട്ടാണ് ഇവിടെ ഇപ്പോൾ AC വോൾട്ടേജ് വരുന്നത്. അത് ഞാൻ DC ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം. ഇപ്പം DC ഔട്ട്പുട്ട് വരുന്നത് 46 വോൾട്ട്, -46 +46. അപ്പോൾ DC ഔട്ട്പുട്ട് വരുന്നത് 34 വോൾട്ട് കാണിച്ചു കൊടുത്ത് 44 അല്ല 46, അതായത് 12 വോൾട്ട് അധികം. ഇതിപ്പോൾ ഈ ബോർഡിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ അവിടെ മീറ്റർ കണക്ട് ചെയ്തു, 45 വോൾട്ട് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇൻപുട്ടിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു ലോഡ് വരും. അതായത് ലോഡ് വരുമ്പോൾ ഈ വോൾട്ടേജ് നോക്കുക, 40 വോൾട്ടിലേക്ക് പോയി. ഗ്യാസും കൂടെ വോളിയം കൊടുത്തു നോക്കാം, 37 വോൾട്ട്. 37 വോൾട്ടിലേക്കാണ്. അത് നല്ല സൗണ്ടിൽ, നല്ല ലൗഡ്നെസ്സിൽ, അതായത് ലൗഡ്നെസ് ലോഡ് വരുമ്പോൾ അത് ഡ്രോപ്പ് ആവുന്നത്. ആ ഡ്രോപ്പ് ആവുന്നത് 37 വോൾട്ടിലേക്കാണ് ഇപ്പോൾ പോയത്. 37 ആയതുകൊണ്ട് ഇത് 34 to 33, 34 വോൾട്ടുള്ള ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് നമ്മൾ ലോഡ് ചെയ്തപ്പോൾ നമ്മളവിടെ 37 വോൾട്ടിൽ പോയി നിന്നു. അപ്പോൾ അതിൽ എത്ര വോൾട്ടാണ് ശരിക്കും DC ഇവിടെ വേണ്ടിയിരുന്നത്, അത് നമുക്കിവിടെ കിട്ടുന്നുണ്ടോ? അതെ, സംശയം വേണ്ട. നമുക്ക് ഇതിനകത്തേക്ക് റെക്കമെൻഡഡ് ആയിട്ട് കാണിക്കുന്നത് 35 to 42 വോൾട്ട് DC ആണ്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്കിപ്പോൾ കണ്ട വോൾട്ടേജ് ഇവിടെ കൊടുക്കാം. കാരണം നമ്മൾ കറക്റ്റായിട്ടുള്ള വോൾട്ടേജിനകത്താണ് സംഭവം നിൽക്കുന്നത്. അതായത് 32 to 42 വോൾട്ട്, 45 വോൾട്ടിൻ്റെ ഇടയിൽ നമുക്കിവിടെ ലോഡിൽ ഡ്രോപ്പ് വരുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ ആ വോൾട്ടേജ് കറക്റ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട വോൾട്ടേജ് കറക്റ്റായിട്ടാണ് കിട്ടുന്നത്. ഓവർലോഡ് വരില്ല, ഓവർ വോൾട്ടേജ് വരില്ല. നമുക്കിത് പെട്ടെന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബേണായി പോവില്ല. നമ്മളെ പവർ സപ്ലൈയുടെ ഫോൾട്ട് കാരണം, അതായത് എക്സസ് വോൾട്ടേജ് കാരണം നമുക്കിത് ബേണായി പോവില്ല. അതേസമയം ഈ ട്രാൻസ്ഫോമർ ഞാനിപ്പോൾ പറഞ്ഞു 27 വോൾട്ട് ട്രാൻസ്ഫോമറാണ് ഇത്. അതായത് 8 ആംപിയറോളം 27 വോൾട്ട് ട്രാൻസ്ഫോമറാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ നമ്മൾ ഈ ടൈപ്പ്, അതായത് 52001943 ഒരു ബോർഡിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ 27 വോൾട്ട് റെക്കമെൻഡഡ് ആണെങ്കിൽ അത് എത്ര ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക? ഈ ട്രാൻസ്ഫോമറാണ് കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ കൊടുത്താൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഈ ഔട്ട്പുട്ടിലുള്ള ട്രാൻസിസ്റ്റർ ബേണായി പോകും. ബേണായി പോകാൻ മീൻസ് അത് ലോഡ് വരുമ്പോൾ, അതായത് ലോഡ് എടുക്കുമ്പോൾ നമുക്ക് അവിടെ റിപ്പിൾ വോൾട്ട് ഇറക്കം നമുക്കെല്ലാം കൂടി ഒരു 30+, അതായത് 30+ ഒന്നും പറഞ്ഞാൽ പോരാ, ശരിക്കും പറഞ്ഞാൽ ഒരു 38 വോൾട്ടോളം ഇവിടെ നിൽക്കുന്നുണ്ടാവും. ഇതിനകത്ത് വന്ന് നിൽക്കുന്നുണ്ടാവും ഇതിൻ്റെ പവർ സപ്ലൈ ടെർമിനലിൽ. അപ്പോൾ ആ വോൾട്ടേജ് കാരണം ഇതിലുണ്ടാകുന്ന എക്സസ് ഹീറ്റ് കാരണം ഇത് ബേൺ ആവും. ആംബിയർ കൂടി പോയതുകൊണ്ടല്ല ഇത് ബേൺ ആയത്, ഇത് നമുക്ക് വോൾട്ടേജ് കൂടി പോയതുകൊണ്ട് ബേൺ ആവുന്നുണ്ട്. ഈ ബേൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ 27 വോൾട്ട് DC ലോഡിൽ കിട്ടുന്ന രൂപത്തിൽ, അതായത് അത്യാവശ്യം ലോഡിൽ കിട്ടുന്ന രൂപത്തിൽ ഉള്ള ട്രാൻസ്ഫോമർ എടുത്തിട്ടാണ് ഞാനിവിടെ 5200 അല്ല ഏത് ബോർഡായാലും ശരി അങ്ങനെ കണക്ട് ചെയ്യുന്നത്. ഞാനിവിടെ 30 വോൾട്ട് ട്രാൻസ്ഫോമർ എടുത്താണ് തുടക്കകാലത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം ആ സമയത്ത് ഇത് ഓവർ ഹീറ്റായിട്ട് ഇഷ്ടംപോലെ ബോർഡുകൾ നമ്മൾ ബേൺ ആക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഈ ബോർഡ് പ്രിൻ്റ് വരെ കത്തിപ്പോയിട്ടുള്ള അവസ്ഥ ഉണ്ട്. കാരണം ബോർഡ് പിന്നെ റിപ്പീറ്റ് നന്നായി എടുക്കാൻ പറ്റാത്ത രൂപത്തിലായിട്ട് ബോർഡ് മാറ്റി കൊടുക്കുക. മാറ്റിയാലും റിപ്പീറ്റ് പിന്നെയും സെയിം കംപ്ലൈൻറ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കണം ഏതോ ഒരു കോമൺ മിസ്റ്റേക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അത് ഒന്ന് കറക്റ്റാക്കിയാൽ നമുക്ക് ആ ഔട്ട്പുട്ട് ഇങ്ങനെ അടിച്ചു പോകുന്നത് ഇല്ലാതാവും. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു വന്ന ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കിവിടെ 27 വോൾട്ട് ഈ ട്രാൻസ്ഫോമർ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ബോർഡിന് വേണ്ടിയിട്ടല്ല, 5200 ഈ ബോർഡിന് വേണ്ടിയിട്ടുള്ളതല്ല, അത് ഈ ബോർഡിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് 4 ട്രാൻസ്ഫറുള്ള മോണോ സബ്വൂഫർ ബോർഡിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ് ഈ ട്രാൻസ്ഫോമർ. അപ്പോൾ ഈ ബോർഡിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് 32 മുതൽ ഒരു 40 വരെയുള്ള വോൾട്ടേജ് എനിക്ക് ഇതിൽ കിട്ടണം. അതായത് ഒരു 40-42 വരെയുള്ള ഒരു റേറ്റിങ്ങിൽ എനിക്ക് ഇതിനകത്ത് കിട്ടണം.
അപ്പോൾ എനിക്ക് ആ വോൾട്ടേജ് ഈ ബോർഡിന് കറക്റ്റായി കിട്ടി. ഇതിന് നല്ല ലൈഫ് കിട്ടാനും നല്ല പെർഫോമൻസ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ഫോമർ ഇപ്പോൾ എടുത്തുള്ളത്. അതേ സമയം അത് ഞാൻ ഈ ബോർഡിനാണ് എടുത്തതെങ്കിൽ ഈ ബോർഡ് കംപ്ലൈൻ്റ് ആവും. ഈ ബോർഡ് ഇതുപോലെ ഈ കാണുന്ന റെയിലുള്ള കംപ്ലീറ്റ് ബേണായി പോയതാണ്. അതിനകത്ത് ഈ ഒരു പീസ് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ ബേണായി പോയത് വോൾട്ടേജ് എക്സസ് വന്നിട്ടാണെന്നാണ് ഇവിടെ ഞാൻ കൺഫേം ആക്കിയത്. അതായത് ഇത് ചെയ്ത് കൊണ്ടുവന്ന് കംപ്ലൈൻ്റ് ആയി റിപ്പീറ്റ് അടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അതിനകത്ത് ആ വോൾട്ടേജ് നോക്കിയപ്പോൾ 30 വോൾട്ടോളം ഉള്ള ട്രാൻസ്ഫോമറാണ്. അപ്പോൾ അത് മാറ്റി ആ കറക്റ്റ് ഇതിന് കിട്ടേണ്ട വോൾട്ടേജ് റേറ്റിംഗ് നോക്കിയിട്ട് ട്രാൻസ്ഫോമർ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അതിപ്പോഴും വളരെ കറക്റ്റായിട്ട് ലൈഫോട് കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ തരത്തിൽ വോൾട്ടേജ് എടുക്കരുത്. അതായത് ഇവിടെ കാണിച്ചതല്ല നമ്മൾ ട്രാൻസ്ഫോമർ എടുക്കേണ്ടത്. ഇവിടെ കാണിച്ചത് ഇതിൻ്റെ DC വോൾട്ടേജാണ്. അല്ലെങ്കിൽ നേരത്തെ കുമാർ ഓഡിയോസിൻ്റെ ലിസ്റ്റിൽ കാണിച്ച പോലെ ഒരു വേരിയേഷൻ നമുക്ക് കിട്ടണം. ഇപ്പോൾ 30 to 40 വോൾട്ട് എന്നുള്ള ആ ഒരു ഇതിൻ്റെ ഉള്ളിലുള്ള DC സപ്ലൈ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റിയാൽ ഇത് കംപ്ലൈൻ്റ് ആവില്ല. എപ്പോഴും ആ വോൾട്ടേജ് പ്രശ്നം കൊണ്ട് കംപ്ലൈൻ്റ് ആവില്ല. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പവർ സപ്ലൈ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഇപ്പോൾ 24 വോൾട്ട് SMPS നിങ്ങളിപ്പോൾ ഈ ഇതൊരു STK മറ്റോ ആണല്ല അങ്ങനെ ഏതെങ്കിലും ഒരു സർക്യൂട്ടിന് വേണ്ടി 24 വോൾട്ട് SMPS എടുത്തു. നിങ്ങൾക്ക് അതിൻ്റെ റെക്ടിഫൈഡ് DC ഔട്ട്പുട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് 26 27 28 ഒന്നും ആവുന്നില്ല. അത് 24 പോയിൻറ്റ് സംതിങ് ആ ഒരു റേഞ്ചിൽ നിൽക്കും. ഇല്ലേ 23 പോയിൻറ്റ് സംതിങ്ങിൽ ആ ഒരു റേഞ്ചിൻ്റെ അപ്പുറം അത് പോയില്ല. അപ്പോൾ ഈ ഒരു സംഭവം ഈ ട്രാൻസ്ഫോമർ സപ്ലൈകളിൽ വരും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ള വോൾട്ടേജ് റേറ്റിങ്ങിനനുസരിച്ചിട്ടുള്ള ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതല്ല ട്രാൻസ്ഫോമറാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, നിങ്ങൾ ബോർഡാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിത് എത്രത്തോളം DC ആയി മാറുമ്പോൾ ഈ ട്രാൻസ്ഫോമർ എത്രത്തോളം വോൾട്ടേജ് നമ്മൾ ഔട്ട്പുട്ടിൽ വരും, അത് ലോഡിൽ എത്രത്തോളം അത് ഡിസിപ്പേറ്റ് ചെയ്യുന്നുള്ളത് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് ബോർഡ് സെലക്ട് ചെയ്യുക. ഇനി ഇതിലെന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽഡ് സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ എന്തെങ്കിലും ക്ലാരിറ്റി ആവാത്തയോ എന്തെങ്കിലും സംശയമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്കൊരു പ്രാക്ടിക്കലി ഒരു വീഡിയോ കൂടി ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.